ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുരുമുളകിട്ട് വരട്ടിയെടുത്ത ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 3 പച്ചമുളക് നടുവെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് 3 സവാള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഇട്ട് അതിലേക്കൊരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴന്ന് കിട്ടണം. സവാള ഇവിടെ നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി, ഇത് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂന്തൽ വേവിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂന്തൽ വേവിച്ചതെല്ലാം നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂന്തലിൽ ഒരുപാട് വെള്ളമുണ്ടാകും, അതുകൊണ്ട് വേവിക്കാൻ നേരത്ത് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനുള്ള വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ഒരുപാട് വറ്റിക്കേണ്ട, ഒരു കറിയായിട്ടാണ് എടുക്കണമെങ്കിൽ ഈ ഒരു പരുവത്തിലെടുക്കാം. അതെല്ലാം വറ്റിച്ചാണ് ഒരു വരട്ടി എടുക്കാനാണെങ്കിൽ വെള്ളം നല്ലതുപോലെ തന്നെ വറ്റിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൂന്തൽ റോസ്റ്റ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം.